ശ്രീ എൽ ലാൽകുമാർ, അപ്പോൾ സ്നേഹപൂർവ്വം ഉപദേശം കൊടുത്ത മനുഷ്യനെ ഒരാൾ ഫേസ്ബുക്കിൽ പറയുന്നത് പീഡനക്കേസിലെ പ്രതികളല്ല യൂത്ത് കോൺഗ്രസ് എന്നുള്ളതാണ്. അപ്പോൾ ആ പീഡനക്കേസിലെ പ്രതി എന്നുള്ളത് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല, അത് അവർക്കേ അറിയുള്ളൂ. സ്നേഹപൂർവ്വമായ ഉപദേശത്തിന്റെ മറുപടിയാണ്. ഇത് കുഴപ്പം ചെറിയൊരു കുഴപ്പമല്ല. അത് നമ്മളൊരു കാര്യം പറയുമ്പം അതിൻ്റെ മെറിറ്റിൽ മറുപടി പറയാൻ പറ്റണം. അതിന് വേറൊരാളെ പേഴ്സണൽ അലിഗേഷൻസ് നടത്തിയിട്ട് കാര്യമില്ല. നമുക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. PJ കുര്യൻ വെച്ചത് ഒരു രണ്ട് സംഘടനകൾ തമ്മിലുള്ള ഒരു ലോജിക്കൽ കമ്പാരിസണാണ് നടത്തിയത്. ആ ലോജിക്കൽ കമ്പാരിസണ് അദ്ദേഹത്തിനെ പേഴ്സണലി ടാർഗറ്റ് ചെയ്ത് ഒരു കാര്യം പറയുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. അത് തെറ്റാണ്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ചെയ്താലും DYFയുടെ സംസ്ഥാന അധ്യക്ഷൻ ചെയ്താലും തെറ്റാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പുറത്തുനിന്നൊരു വാദം വന്നാൽ അതിന് മറുവാദമായിട്ട് വേണമെങ്കിൽ വെക്കാം. കാര്യം ഇതുപോലൊരു മോശം സ്റ്റേറ്റ്മെൻറ്റ് അപ്പുറത്തുനിന്ന് വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൗണ്ടറായിട്ട് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഒരു ബോംബിങ് അങ്ങനെ നടത്തുന്നത് തെറ്റാണ്. PJ കുര്യൻ എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം പാർലമെൻറ്റിൽ പോയ ആളാണ്. ഇവരുടെ തന്നെ നമ്മൾ രാഹുൽ മാങ്കൂട്ടമോ അല്ലെങ്കിൽ ഞാനോ ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറാണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും വർഷമായിട്ട് പാരമ്പര്യമുള്ള ഒരാളാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സെൻസിബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് രാഷ്ട്രീയമായി എതിർപ്പുള്ളപ്പോൾ പോലും നമ്മൾ ചെയ്യുന്നതിനകത്തൊരു തെറ്റുണ്ട്. അത് യൂത്ത് കോൺഗ്രസ് ഇന്ന് എത്തിയിരിക്കുന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാൻ തോന്നുന്നു. ഇവിടെ ലാൻഡുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുന്നു. ലാൻഡ് നോക്കൂ, യൂത്ത് കോൺഗ്രസ്സിന് ലാൻഡ് സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, അത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഇത് ആദ്യത്തെ വാദം തെറ്റാണ്. കാര്യം സർക്കാരിനോട് അവർ യൂത്ത് കോൺഗ്രസ് സ്ഥലം ചോദിച്ചിട്ടില്ല. ഈ ചർച്ച കഴിഞ്ഞ പ്രാവശ്യവും വന്നതാണ്. അന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി വന്നത് നിജേഷ് അരവിന്ദ് എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹം നിങ്ങളുടെ തന്നെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ ശരത്ചന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയപ്പം അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ആദ്യം ചെയ്തത്. കാര്യം ചോദിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായി അദ്ദേഹത്തിന് അവിടെ സ്ഥാപിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ആ ഡിബേറ്റിൻ്റെ കൾമിനേഷനോടുകൂടി നിജേഷ് അരവിന്ദ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അതെടുത്ത് പോയി നോക്കിയാൽ അറിയാം, നിങ്ങളുടെ ആർക്കൈവ്സിൽ കാണും. യൂത്ത് കോൺഗ്രസ് സ്ഥലം വാങ്ങിച്ചു എന്നതൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അതൊരു വലിയ ശക്തിയോടുകൂടിയാണ് നിങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അത് അവതരിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സ്ഥലം മേടിച്ചു, എവിടെയാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെ മേടിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് അന്ന് ആ ചർച്ചക്കകത്ത് പറഞ്ഞൊരു വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാ പിന്നെ സ്ഥലം? ആ വാദം തന്നെ നിങ്ങൾ പറഞ്ഞ ഇൻഫ്രക്ചേഴ്സ് ആണ്. അത് നിൽക്കുന്നൊരു വാദമല്ല. ആ വാദം നിങ്ങളുടെ ആൾക്കാർ തന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ ഡയറക്റ്റായിട്ടുള്ളൊരു ആളല്ലാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെയായിട്ടൊരു കാര്യം പറയേണ്ടി വരുന്നത്. പക്ഷെ അതല്ല. രണ്ട്, നോക്കൂ, ലീഗ് എങ്ങനെയാണ് സ്ഥലം എടുത്തത്? ഇപ്പം ലീഗ് സ്ഥലം എടുത്തത് ലീഗായിട്ടാണ് സ്ഥലം എടുത്തത്, അല്ലാതെ സർക്കാരിനോട് ചോദിക്കുകയല്ല ചെയ്തത്. അവർ ഉദ്ദേശിക്കുന്ന സാധനം ചെയ്യാനായിട്ട് അവർ ലീഗിൻ്റെതായിട്ട് സ്ഥലം എടുക്കുക ചെയ്തത്. ഇവർക്ക് യൂത്ത് കോൺഗ്രസ് തൊട്ട് ആദ്യമായിട്ടുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? സംസ്ഥാന സർക്കാരിനെ അവർക്ക് വിശ്വാസമില്ല, അല്ലേ? അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ DYFയ്ക്കും ബാക്കിയുള്ളവർക്കും സംസ്ഥാന സർക്കാരിൻ്റെ വിശ്വാസമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ എന്നിട്ടും ആ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്താ DYFയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞെന്താ? അദ്ദേഹം പറഞ്ഞത് പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ വീട് വെച്ച് കൊടുക്കുന്നില്ല എന്നുവെച്ചാൽ അവരായിട്ട് എടുത്തു കൊടുക്കുക. കാര്യം ആൾക്കാരുടെ ഐഡൻറ്റിറ്റി വെളിയിൽ വരുന്നത് അതൊരു മോശം കാര്യമായതുകൊണ്ട് വെക്കുന്നില്ല എന്താ പറഞ്ഞത്. ഇവർക്ക് അങ്ങനെ ഒന്നും ഇല്ല. ഇവർ പറയുന്നത് ചുമ്മാതെ ഈ ഒരു ഡിബേറ്റ് ഒരു സർഫസിൽ ഒരു സ്മോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതിന് എങ്ങനെയും ഈ പറയുന്നത് എങ്ങനെയും ഒന്ന് അവസാനിപ്പിച്ച് മാറ്റണം, എങ്ങനെയും ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. അതുകൊണ്ട് കുറച്ച് പേർക്കെതിരെ നടപടിയെടുക്കുന്നു, കുറച്ച് പേർക്കൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നു. അതല്ലാതെ ഒരു കാരണവശാലും ഈ പറയുന്ന ലാൽകുമാറിനെയോ അസിതയോ അല്ലെങ്കിൽ DYFയോ ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തുന്നത് പോട്ടെ, PJ കുര്യനെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് പലതും പറ്റുന്നില്ല. അതും പോട്ടെ, അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അല്ലെന്ന് പറയാം. യൂത്ത് കോൺഗ്രസിന് അകത്തുനിന്ന് വരുന്ന ആൾക്കാർ, ചോദ്യം ചോദിക്കുന്ന ആൾക്കാർക്ക് പറയണ്ടേ? ഈ പ്രശ്നം ഉണ്ടായത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗ് നടന്നപ്പോഴല്ലേ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. ഈ ചോദിക്കുന്ന കാട്ടാക്കടയുടെ കാര്യം താങ്കൾ സൂചിപ്പിച്ചതും യൂത്ത് കോൺഗ്രസിന്റെ അതിരെ തന്നല്ലേ. എന്നിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറയുന്നതല്ലേ നമ്മൾ പറയുന്നതെല്ലാം കള്ളത്തരമാണോ? അല്ലെങ്കിൽ നമ്മൾ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്ന കള്ളത്തരമാണോ എന്നുള്ളതാണ് ചോദ്യം. യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത് ഇതിനകത്തുനിന്ന് പ്രശ്നമുണ്ട്, ഈ ലെറ്റർ വായിച്ച കള്ളത്തരമാണോ? ഞാൻ മടങ്ങി വരാം ശ്രീ ലാൽകുമാർ.